ഹലോ, അപ്പോൾ നമ്മുടെ ടെമു ഹോൾ പാർട്ട് 2 ആണ് ഗൈസ്. അതിൽ ഞാൻ മറ്റേ വീഡിയോയിൽ ഞാൻ കുറേ ക്ലോത്തിങ് ഐറ്റംസ് കാണിച്ചില്ലായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഞുണുക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു. ഞുണുക്ക് സാധനങ്ങൾ എന്താ നമുക്ക് നോക്കാം ഗൈസ്. ഫസ്റ്റ് വന്ന് പറയുന്നത് ഒരു വാട്ടർ ബോട്ടിലാണ് ഗൈസ്. ഇത് 750 ml ഒരു വാട്ടർ ബോട്ടിലാണ്. ഇതാണ് സംഭവം. ഇത് ഞാൻ ഈ സംഭവം ഇത് കണ്ടിട്ട് വെച്ചിട്ടു. ഞാൻ ഭയങ്കര വെള്ളം കുടിക്കുന്നത് ഭയങ്കര കുറവാണ്. ഞാൻ ഒരു ദിവസം എത്ര ദിവസം ആണെങ്കിലും വെള്ളം കുടിക്കാതെ ഇരുന്നോളൂ. ഇച്ചിരി വെള്ളമൊക്കെ കുട്ടികൾ കുടിച്ചു, കാരണം വെറും കുറച്ച് വെള്ളം കുടിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ മേടിച്ച് ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കാതെ എനിക്ക് നല്ലോണം കിട്ടുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചതിൽ ഈ സംഭവം ഈ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു വാട്ടർ ബോട്ടിലാണ് മേടിച്ചത്. അപ്പം ഇത് പോകുമെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല. ഇതിങ്ങനെ അളവിൽ പോകുമെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാട്ടർ ബോട്ടിലാണ് ഇത്. ഇതിനകത്ത് സിപ്പറുണ്ട്. ഇവിടെ ഇങ്ങനെ നമ്മൾ ഞെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തുറന്നു വരും. സിപ്പറുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഈ സാധനം സ്ട്രോയുടെ ലെങ്ത് ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ കുടിക്കണമായിരിക്കും, അല്ലാതെ ഇതങ്ങനെ വരുന്നത്. ഇതിന് ഈ സ്ട്രോ ഇല്ലല്ലോ, സ്ട്രോയ്ക്ക് നീളമില്ല. അപ്പം ഇതുകൊണ്ട് വലിയ യൂസ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളപ്പോൾ അല്ലാതെ തന്നെ തുറന്ന് കുടിക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ ഒരു ഹാങ്ങിങ് പോലെ സാധനം കിട്ടി. നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തൂക്കിയിടാനാണ് തോന്നുന്നു. ഇട്ടിട്ടേ എനിക്കറിയത്തില്ല. അതെ ഇങ്ങനെ ഇട്ടിട്ടേ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തൂക്കിയിട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഇങ്ങനെ പിടിച്ചോണ്ടൊക്കെ പോകാൻ പറ്റും. ഇത് കൊള്ളാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് സ്റ്റിക്കേഴ്സ് എനിക്കൊന്ന് കുപ്പിക്കാതെ ഒട്ടിക്കാനായിരിക്കും. ഇങ്ങനെയുള്ള സാധനം കൂടെ കിട്ടി. ഇതാണ് ഫസ്റ്റ് സാധനം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചത് ബണ്ണ തലയിൽ വരുന്ന ഹെയർ ബാൻഡ്സ്. ഇതെന്തെങ്കിലും ഞാൻ ഹെയർ ബാൻഡ്സിന് വേറെ ക്ലിപ്സ് ഒന്നും അധികം യൂസ് ചെയ്തില്ല. ഞാൻ നമ്മളോട് പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് ഹെയറിൽ എക്സ്പീരിയൻസ് ഒന്നും ചെയ്യാറില്ല. ഞാൻ ഏതെങ്കിലും ഒരു രീതിയില്ല മുടി കിട്ടുന്നത്. മിക്കവാറും ഞാൻ പോണിറ്റെയിലിൽ നിന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ക്ലിപ്പിൻ്റെ ഉപയോഗം അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹെയർ ബാൻഡ്സ് എന്തെങ്കിലും കുറച്ച് വേണം. അപ്പോൾ ഞാൻ ഹെയർ ബാൻഡ്സ് വെച്ചത് 50 എണ്ണമാണ് ചെയ്യുന്നത്. 50 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് ആണോ ഇനിയുണ്ട്. അപ്പോൾ അതാണ് ഞാൻ മേടിച്ചത്. പക്ഷേ ഇങ്ങനെയുള്ള ബണ്ണ കിട്ടാൻ നമ്മുടെ മുടി നല്ലതായിട്ട് മറ്റൊരു സ്പൈറൽ ഹെയർ ബാൻഡ്സ് ഇല്ലേ, അത് ഇടുന്നത് കുറച്ചുകൂടെ നല്ലതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇത് പക്ഷെ കൊള്ളാം കേട്ടോ, ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇപ്പം കിട്ടുമ്പോൾ നല്ല സുഖം കിട്ടാൻ. പക്ഷേ നല്ല അത്യാവശ്യം മുടി പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് 50 എണ്ണം. ഇത് നല്ല സാധനം തോന്നുന്നു. കുറേ കളറുണ്ട്. പക്ഷേ എല്ലാ വെറൈറ്റി കളേഴ്സ് അല്ല, ഒരേപോലുള്ള കളർ തന്നെ ഒരു കുറേ തന്നെ ഉണ്ട്. അതാണ് അടുത്ത ഐറ്റം. പിന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ മേക്കപ്പ് ഒന്നും വലിയ കാര്യമായിട്ട് യൂസ് ചെയ്തില്ല ഗൈസ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു ഐ ഷാഡോ പാലറ്റ് മേടിച്ച്. ഇത് അൾട്ടിമേറ്റ് കളർ യുവർ ലൈഫ് ബ്യൂട്ടി KP എന്ന് പറയുന്നതിൻ്റെ ബ്രാൻഡൊന്നും എനിക്ക് വലിയതായിട്ട് അറിയത്തില്ല. ആ ഒരു പാലറ്റാണ് മേടിച്ചത്. എനിക്കിത് യൂസ് ചെയ്യാനും വലിയ രീതിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു, അങ്ങനെ മേടിച്ചത്. അത് ഈ ഒരു കളറാണ്. പക്ഷെ ബ്രഷ് ഒന്നുമില്ല കേട്ടോ, ബ്രഷ് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതാണ് വേണ്ട. ഇത് വല്ലാത്തൊരു മണം ഗൈസ്. ഇത് എന്തോ ബ്രാൻഡാണെന്നൊന്നും എനിക്ക് അവിടെ ഇങ്ങനെ കണ്ടപ്പം കളർ കൊണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുന്ന വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യാവേ. അപ്പോൾ ഇതാണ് അടുത്ത സാധനം. ഇനി നെക്സ്റ്റ് അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് ഒരു മസ്കാരയാണ് ഗൈസ്. എൻ്റെ കണ്ണിൽ ഭയങ്കര എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും എൻ്റെ മുഖത്താണ് പെട്ടെന്ന്, പ്രത്യേകിച്ച് എൻ്റെ കണ്ണിലാണ് പെട്ടെന്ന് അറിയുന്നത്. അപ്പം ഞാൻ കണ്ണ് എപ്പോഴും എഴുതാൻ എനിക്ക് കണ്ണും ഒന്നും എഴുതുന്ന അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ മസ്കാര യൂസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ചേഞ്ച് തോന്നി. കാരണം നമ്മൾ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടെങ്കിലും ഈ മസ്കാര ഒന്നിട്ട് കഴിയുമ്പോഴത്തേക്ക് കണ്ണ് കുറച്ച് അത്യാവശ്യം എഴുതുന്ന എടുത്തു. എൻ്റെ കണ്ണാണെങ്കിൽ ഇച്ചിരി കുഴിഞ്ഞ കണ്ണും കൂടാ. അപ്പോൾ ഞാൻ വിചാരിച്ച് മസ്കാര യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. മസ്കാര യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ണ് നല്ലോണം വിടരുന്ന ആൾക്ക് കണ്ണി ഒരു ജീവൻ വരുന്ന കണക്ക് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഈ ഒരു മസ്കാര മേടിച്ച്. ഇത് ഏത് ബ്രാൻഡിൻ്റെ ആണെന്നൊക്കെ ചോദിച്ചാൽ സോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള, ഇത് ചൈനീസ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇത് ചൈനീസോ ബ്രാൻഡാന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ആ സാധനം. ഇതിൻ്റെ ബ്രഷ് കണ്ടു ഗൈസ്, ഭയങ്കര നേർത്ത ബ്രഷ്. അപ്പോൾ ഇത് ട്രൈ നോക്കുന്ന വീഡിയോ ആണെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ ചെയ്യാം. അപ്പോൾ ഇതാണ് അടുത്ത സാധനം. പിന്നെ മേടിച്ചതെന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ് ഗൈസ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇങ്ങനെ വെച്ച് നോക്കുന്നത് ഇത് ഞാനൊരു യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിൽ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഭയങ്കര കാര്യമായിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ച് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മേടിച്ചതാണിത്. ഇതും ട്രൈ ചെയ്ത് നോക്കുന്ന വീഡിയോ ആണെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യാം. അപ്പം ഇത്രയും കുഞ്ഞു സാധനങ്ങളാണ് ഗൈസ് ഞാൻ മേടിച്ച് പാർട്ട് 2 നമ്മുടെ ടെമു ഹോൾ പാർട്ട് 2 അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച സാധനങ്ങൾ. പിന്നെ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടെമു ഹോൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.